നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പോകാൻ പേടിയുള്ള ഒരു സ്ഥലത്തേക്ക് മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ധൈര്യം സംഭരിച്ച് പോയിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിലേക്കോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഒരാൾക്ക് അന്ത്യയാത്ര നൽകാനോ ഉള്ള ഒരു നടത്തം. അത്തരമൊരു യാത്ര നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, എന്നാൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് അത്രമാത്രം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ സാധിക്കാത്ത എന്നാൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ തയ്യാറാകുന്ന ഒരവസ്ഥ. ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ ഒരു സമയമാണത്. ഇതാ ഇന്നത്തെ സുവിശേഷത്തിൽ അത്തരമൊരു യാത്രയെക്കുറിച്ചാണ് നാം കേൾക്കുന്നത്. പീഡാനുഭവങ്ങളിലേക്ക് തൻ്റെ പാദങ്ങൾ ഉറപ്പിച്ചു വെച്ച് നടക്കുന്ന ആ ദൈവത്തെക്കുറിച്ച്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം 10 32 മുതൽ 34 വരെയുള്ള തിരുവചനം ഇപ്രകാരം പറയുന്നു. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ, നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ നാം ചിന്തിക്കേണ്ടത്, തനിക്ക് വരാനിരിക്കുന്ന വേദനകളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിട്ടും യേശു എന്തിനാണ് മുമ്പേ നടന്നത് എന്നാണ്. ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് യേശു നമുക്ക് മുമ്പേ മുന്നിൽ നടന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും സഹനങ്ങളെയും ദൈവഹിതത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിനെ പോലെ ധൈര്യത്തോടെ മുന്നോട്ട് നടക്കാനുള്ളൊരു പരിശീലനമാണ് ഈ നോമ്പ് കാലത്ത് നാം നേടിയെടുക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലും തകർച്ചകൾ ഉണ്ടാകാം, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം. പക്ഷെ ഓർക്കുക, ജെറുസലേമിലെ കുരിശിനപ്പുറം ഒരു ഉയർപ്പിൻ്റെ പ്രഭാതമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ പുണ്യകാലത്ത് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഭയപ്പെടാതെ നേരിടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിലും പരാജയങ്ങളിലും നീ ഞങ്ങളുടെ മുമ്പേ നടക്കുന്നുണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. കുരിശിൻ്റെ വഴികൾ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്കുള്ള വാതിലുകളാണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമേൻ.